അരുൺ ഘോഷ് എന്നാണ്. ഞാൻ മിലിറ്ററിയിലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി വന്നിട്ട് 2 വർഷത്തോളമായി. ഞാൻ ഒരിക്കൽ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. ജയേഷ് കാസർഗോഡിൻ്റെ, ചെറുവത്തൂരുള്ള ജയേഷ് കാസർഗോഡിൻ്റെ വീഡിയോ കണ്ടത് യൂട്യൂബിൽ ഡോഗ്സിനെ കുറിച്ചുള്ള. അതിലാണ് ഇതിൻ്റെ ഫാദറായ സുൽത്താനെ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ജയേഷിനെ വിളിക്കുകയും ജയേഷിൻ്റെ ഇതിൻ്റെ ലിറ്റർ ഇറങ്ങിയ സമയമായിരുന്നു ആദ്യമായിട്ട്. ഇവൻ്റെ അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് പേര് ഹെക്ടർ എന്നാണ്, ഞങ്ങൾ വിളിക്കുന്നത് ലിയോ എന്നാണ്. ഇവനിപ്പോൾ 17 മാസത്തോളമായി. ഇതിൻ്റെ മദർ സൈഡെന്ന് പറയുന്നത് ചിന്നാസിൻ്റെയാണ്, അമേരിക്കൻ ലൈനേജിൽ വരുന്നതാണ്. പയ്യന്നൂരാണ് മദർ. ഫാദർ കിടക്കുന്നത് ചെറുവത്തൂർ കാസർഗോഡുണ്ട്. അവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. ഒരു ലോക്ക്ഡൗൺ സമയത്ത് ആണ് ഇതിനെ കൊണ്ടുവന്നത്. നല്ല രീതിയിലെല്ലാം ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളൊന്നുമില്ല, വീട്ടിൽ എല്ലാം കഴിക്കുന്നുണ്ട്. ഹോംലി ഫുഡുകളാണ് കൂടുതലായിട്ടും ഇവന് ഇഷ്ടം. പിന്നെ ഞങ്ങളൊരു 10 മാസം വരെ ഡോഗ് ഫുഡും അതിൻ്റെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം മെയിനായിട്ടും മൾട്ടി വൈറ്റമിൻസ്, അതിൻ്റെ സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചാബ് സൈഡിലൊക്കെ ഇതേപോലെയുള്ള ഹെവി ആയിട്ടുള്ള ലാബ്ഡോഗിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, സർവീസിലിരുന്നുകൊണ്ട് കൊണ്ടുവരാനും പറ്റിയില്ല. ഇവിടുന്ന് ഞാൻ 1 മാസം 20 ദിവസം 10 ദിവസത്തേക്ക് ലീവിനൊക്കെയാണ് വന്നിട്ട് പോകണം. അപ്പോൾ ഇവിടെ നോക്കാൻ ആളില്ലാതായിപ്പോൾ. അങ്ങനെ റിട്ടയർഡായി വന്നതിന് ശേഷം ഞാൻ വിളിച്ച് അന്വേഷിച്ചു. റോസ് കെന്നൽസ്, രാജാലാൻഡ് കെന്നൽസ്, അവിടെയൊക്കെ അന്വേഷിച്ചു. അവിടെയൊക്കെ പപ്പിക്ക് റേറ്റ് ഉണ്ട്, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ വരാൻ നേരത്ത് നമുക്ക് 50-ന് മുകളിലോട്ട് പോകണുണ്ട്. അങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ജയേഷ് കാസർഗോഡിൻ്റെ കാണാനിടയായത്. ഇതിൻ്റെ ഫാദർ സുൽത്താനാണ്. ജയേഷ് ഇത് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നത് റോസ് കെന്നൽസ്, അവരതാണ് ഈ സുൽത്താൻ എന്ന് പറയുന്നത്. സുൽത്താൻ്റെ കേരളത്തിലെ ഫസ്റ്റ് പപ്പിയാണ് അവൻ. അങ്ങനെയാണ് ഞാൻ ജയേഷുമായിട്ട് സംസാരിക്കുകയും ജയേഷ് പറഞ്ഞ് ലിറ്റർ ആയിട്ടില്ല, ലിറ്റർ ആയതിന് ശേഷം അങ്ങനെ അഡ്വാൻസ് ചെയ്ത് ഒരു 35 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ ഇവനെ കൊണ്ടുവരുന്നത്. ഒരു ചെറിയൊരു ബാസ്ക്കറ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്താണ് എത്തിയത്. ഒരു രാത്രി 12 മണിയോടെയായി ഈ ഇഞ്ചക്കിലാണ് എത്തിച്ചു തന്നത്. അതിനുശേഷം ഞാനും മോനും കൂടെ വണ്ടിയിൽ പോയി എടുത്തുകൊണ്ട് വന്ന്, പിന്നെ നല്ല അന്ന് കുറച്ച് പേർ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം തൊട്ട് എല്ലാവരുമായിട്ടും ക്ലോസായി ഓടിക്കളിച്ച് തുടങ്ങി. ഇപ്പോൾ കുട്ടികളുടെയാണ് കൂടുതൽ ഇഷ്ടം, എല്ലാവരുമായിട്ടും കളിയാണ് കൂടുതലായിട്ട് ഇഷ്ടം. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്ത് ആഹാരം വേണോ കഴിക്കും, ഇന്ന ആഹാരം അത് കഴിക്കില്ല, എല്ലാ ആഹാരവും കഴിക്കുന്നുണ്ട്. കൂടുതലിഷ്ടം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തോടാണ്. പുട്ടും പഴം, പിന്നെ തൈര് ചോറ്, മീനും ചോറ്, ചിക്കൻ എല്ലാം കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ആഹാരമൊന്നും കൊടുക്കണമെന്നില്ല, എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താ ആഹാരം വേണോ കഴിക്കും. മധുരവും മസാലയും ഒഴിച്ച് എണ്ണയും ഒഴിച്ച് ബാക്കി എല്ലാ ആഹാരങ്ങളും കൊടുക്കുന്നുണ്ട്, കഴിക്കുകയും ചെയ്യും. രാവിലെ 5:30 മണിയാകുമ്പോൾ ഞാൻ ഇടിക്കാൻ നേരത്ത് വെളിയിൽ പോകണമെങ്കിൽ കൊണ്ടുപോകും, നടക്കാം. കുമാരപുരം ഇവിടുന്ന് 2 കിലോമീറ്ററോളം ഉണ്ട് കുമാരപുരം ആൻഡ് ബാക്ക്. കുറച്ച് ദൂരം ഓടും, കുറച്ച് ദൂരം നടക്കും. പിന്നെ വന്നതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കും. ഡെയിലി ഒരു നാടൻ മുട്ട ബോയിൽ ചെയ്ത് ഡോഗ് ഫുഡ്, അല്ലെങ്കിൽ വീട്ടിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം കഴിക്കും. അതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട്, ചിക്കനും ചോറും കൊടുക്കുന്നുണ്ട്, പിന്നെ തൈരും ചോറും കൊടുക്കുന്നുണ്ട്, മീനും ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൾട്ടി വൈറ്റമിൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. രാത്രിയും കൊടുക്കും. രാത്രി ഇതുപോലെയാണ്. ഒരു 9-9:30 ആകുമ്പം പുറത്തോട്ട് കൊണ്ടുപോകണം. കുറച്ചൊരു 10-15 മിനിറ്റൊക്കെ ഓടുകയും നടക്കുകയും ചെയ്തിട്ട് ആ ശങ്കറി കൂട്ടിനകത്തോട്ട് പോകും. അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. വലിയ ശല്യമൊന്നുമില്ല ആർക്കും. ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അവൻ്റെ അടുത്ത് വന്ന് അടുത്ത് വരികയും തടവുകയും ചെയ്താൽ പിന്നെ എവിടെ വെച്ച് കണ്ടാലും ആളിനെ പിടിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. എല്ലാവരുടെയും ഭയങ്കര സ്നേഹമാണ്. ആരെയും അറ്റാക്കിങ് മൈൻഡില്ല. എല്ലാവരുടെയും ഫ്രീ ആണ്. കുട്ടികളുടെയാണ് കൂടുതൽ ഇഷ്ടം കളിക്കാൻ. എൻ്റെ മോനുണ്ട്, അപ്പുറത്ത് 2 കുട്ടികളുണ്ട്, അവരുമായിട്ടൊക്കെയാണ് കൂടുതൽ കളി.
രാത്രി 12 മണിക്കാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന ഉടനെ തന്നെ കുളിപ്പിച്ച് പിന്നെ അപ്പം തന്നെ ആഹാരം കൊടുത്ത് ഉറക്കി നമ്മൾ. ഇന്ന് നാളെ രാവിലെ ആയപ്പം കളിച്ച് ആക്റ്റീവായി തുടങ്ങി. തീരെ കൊച്ചായ സമയത്ത് പാൻറ്റ് ഉടുപ്പൊക്കെ കടിച്ച് കീറുമായിരുന്നു. പിന്നെ കടിക്കുകയൊക്കെ ആയിരുന്നു, നല്ല കടിക്കുമായിരുന്നു. വലുതായി വന്നപ്പം കടിയൊക്കെ കുറഞ്ഞ് അടുത്ത് വിളിക്കുമ്പോൾ വരെയൊക്കെ ചെയ്യും, അനുസരിക്കുകയൊക്കെ ചെയ്യും. അതേ കൊച്ചിലെ അതേപോലെ അല്ലായിരുന്നു. വേറെ എൻ്റെ കസിനുണ്ട് ശിവറ. ഒന്നെങ്കിൽ ഞാൻ അവനോട് കളിക്കും. അവനും ഞാനും ചേർന്നാണ് ഇവനോട് കളിക്കുന്നത്. കാണുമ്പോൾ തന്നെ കിടക്കും, നമ്മൾ തടവി കൊടുക്കാൻ വേണ്ടി ഇരിക്കും, കിടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കടിക്കുകയൊന്നുമില്ല. അവനെ പ്രത്യേക കളിച്ചെന്ന് വെച്ചാൽ ആൾക്കാരെ ഉപദ്രവിക്കില്ല, നല്ലൊരുത്തെ അനുസരിക്കും, പറയുന്ന പോലെയെല്ലാം കേൾക്കും. പേടിയുണ്ട്, നമ്മളെ പേടിയുണ്ട് അവന്. പിന്നെ ഫസ്റ്റ് മാറ്റിങ് കഴിഞ്ഞായിരുന്നു. അത് ഒരു റഷ്യൻ ഇമ്പോർട്ടിൻ്റെ ഡോട്ടറുമായിട്ടാണ് മേറ്റ് ചെയ്യുക. അതിൽ 4 പപ്പീസ് ഉണ്ടായിരുന്നു, ഒരു മെയിലും 3 ഫീമെയിലും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമതൊരു മേറ്റിങ് കഴിഞ്ഞ് അതിൻ്റെ ലിറ്റർ പപ്പീസ് എല്ലാം 10 പപ്പീസ് ഉണ്ടായിരുന്നത്. കൂടുതലും മെയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫീമെയിൽ കുറവാണ്. ഇപ്പം 2 ലിറ്റർ ഇറങ്ങിയാലും മെയിലാണ് കൂടുതൽ. അതിൻ്റെ വണ്ടിയുടെ ഹാണ് സൗണ്ട് കേൾക്കാൻ നേരത്ത് പിറകിൽ ആശാൻ ബഹളം കാണിക്കും. ആര് വന്നാലും വീട്ടിനകത്തുള്ള അവന് പരിചയമുള്ളവരുടെ സൗണ്ടും എല്ലാം അറിയാം, മണം എല്ലാം അറിയാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ലാബ്രഡോഗ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പെറ്റാണ് ലാബ്രഡോഗ്. ശാന്തനാണ്, എന്ത് ആഹാരം വേണോ കഴിക്കും. 24 ഹവേഴ്സിൻ്റെ ഡ്യൂട്ടിക്കാണ് പോകുന്നത്. ഇന്ന് അത് കഴിഞ്ഞ് വരാൻ നേരത്ത് എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ആശാന് വന്ന് ബഹളവും പുറത്ത് ചാടി കയറക്കും. നല്ലൊരു സ്നേഹമാണ് ആശാന്. ഒരു ദിവസം കാണാതിരുന്നതിൻ്റെ അതെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ എനിക്ക് ഒരാളേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ. ഇതൊരു രണ്ടാമതൊരു മകനെ പോലെയാണ് വീട്ടിലെ ഞാനും വൈഫും അവനും എല്ലാവരും നോക്കണേ. നമ്മളൊരു വീട്ടിലൊരു അംഗത്തെ പോലെയാണ് എല്ലാം നടക്കുന്നത്.